മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തായിട്ടുണ്ട്. ആദില എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൻ്റെ വെളിയിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫിനാലേക്ക് 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എന്നാലും പുള്ളിക്കാരെ അവിടെ എവിടെയൊക്കെ കാണും പുറത്ത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ആദിലേക്ക് മുമ്പേ പോകേണ്ടുള്ള കണ്ടസ്റ്റൻസുകളാണ്. ആദില, നൂറ, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു ഫിനാലെ വീക്ക് വരെ എത്തിയത്. കാരണം ഇവരെക്കാളൊക്കെ എത്രയോ ഡിസർവിങ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ മുമ്പേ എവിക്റ്റായി പോയി. പക്ഷേ ഈ ആദിലയും നൂറയും എനിക്ക് തോന്നുന്നു അനുവിനെയും അതുപോലെ ഷാനവാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ഇവർ അതിനകത്ത് നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവരൊക്കെ മുമ്പേ പോകേണ്ട ആൾക്കാരാണ്. കാരണം ഒരു ഗെയിമും അവിടെ കളിക്കാത്ത ആൾ, ഒരു ഗെയിമും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടന്റും, സ്വന്തമായിട്ടൊരു കണ്ടന്റ് പോലും വരാത്ത ആൾക്കാരാണ് ഈ 2 വ്യക്തികൾ, അല്ലേ? ഒരു നിലപാടും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ ബോംബ് പൊട്ടിച്ച് അതിനകത്ത് ചുമന്ന കളർ വീഴുമ്പോഴത്തേക്ക് അതിലെടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് എവിക്റ്റായെന്ന് പറയുന്നുണ്ട്. അപ്പം ആദ്യം ഷാനവാസും നെവിനുമാണ് ബോംബ് പൊട്ടിക്കുന്നത്. അപ്പം നെവിൻ ആദ്യം പൊട്ടിക്കുന്നു. അതുപോലെ പച്ച പുക വരുന്ന സമയത്ത് നെവിൻ്റെ സന്തോഷം ഒന്ന് കാണാൻ വരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും നെവിൻ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. നെവിൻ വിചാരിച്ച് നെവിൻ പോവും എന്നാണ് നെവിൻ്റെ ആ ഒരു സന്തോഷം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. നെവിൻ വിചാരിച്ച് നെവിൻ പുറത്ത് പോകുമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം ഇത് പൊട്ടിയപ്പോഴത്തേക്ക് നെവിൻ്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടി. അത് കഴിഞ്ഞിട്ട് ഷാനവാസും അത് പൊട്ടിച്ചു. അപ്പോൾ ഷാനവാസും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടി ഭയങ്കര ആഹ്ലാദമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അനുവും അനീഷുമാണ് ഇത് പൊട്ടിക്കുന്നത്. അനീഷിൻ്റെ അത് പൊട്ടുന്നില്ല സാധനം. ബിഗ് ബോസ് ലാസ്റ്റ് പറഞ്ഞ് എന്തോ സാങ്കേതിക തകരാറ് മൂലമാണ് അത് പൊട്ടാത്തതെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്തും വീട്ടുകാരോടൊപ്പം നിന്നോളാൻ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ആദില എവിക്റ്റായി പുറത്തു വന്നതിന് ശേഷം നൂറ ഇതുപോലെ സരിക എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നൂറ അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കരയുമാണ് നൂറ പറയുന്നുണ്ട് 2 ദിവസം കൂടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം, അല്ലെ ഞാൻ ഇനി എങ്ങനെ നിന്നേനെയെന്ന്. കാരണം ഇത് മുമ്പേ എങ്ങാനും പോകാനെന്നെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ നിന്നേനെയാണെന്നാണ് നൂറ പറയുന്നത്. 2 ദിവസം കൂടെ ഉള്ളതുകൊണ്ട് ഇനി 2 ദിവസം എങ്ങനെ കഴിച്ചു പോകുമെന്നാണ് നൂറ ചോദിക്കുന്നത്. അപ്പം ഇപ്പം യാതില മുമ്പേ പോയിരുന്നെങ്കിൽ നൂറ ഒരു കാരണവച്ചാലും ആ ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് നൂറ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു രേണുസുതി പോലെ നൂറായും സ്വന്തമായിട്ട് വാക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ടും പോയേനെ. ഇവിടെ നൂറ തന്നെ പറയുന്നുണ്ട് ആദിലില്ലാതെ നൂറാക്ക് നിൽക്കാൻ പറ്റത്തില്ല, മുമ്പേ പോകാനെന്നെങ്കിൽ ഞാൻ എങ്ങനെ നിന്നേനെയാണ് നൂറ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നൂറാക്ക് തന്നെ അറിയാം. കാരണം നൂറ ഈ ഒരു ബിഗ് ബോസിന് പറ്റിയൊരു മത്സരാർത്ഥി അല്ലെന്ന് നൂറാക്ക് തന്നെ അറിയാം, അല്ലേ? എന്തായാലും കൊള്ളാം. പിന്നെ അതുമാത്രമല്ല, അപ്പം നൂറ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പം അനുവിനെതിരെ ആദില പോകാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, അനുവിനെതിരെ 2-3 ദിവസം കൊണ്ട് സംസാരിക്കുവാണല്ലോ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണല്ലോ. അപ്പം അത് വെച്ചിട്ട് വോട്ട് കുറഞ്ഞാണെന്ന് നൂറ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും അതിലേക്ക് മുമ്പേ പോകേണ്ടുള്ള ആൾക്കാരായിരുന്നു, ഒട്ടും ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണം നൂറ തന്നെ സമ്മതിച്ചു ലൈവിനകത്ത്. കാരണം ഇവർ വേറൊരു കാര്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ദിവസം നിൽക്കാൻ തന്നെ പറ്റിയത് മാനസികമായിട്ട്, അല്ലേ? അല്ലെങ്കിൽ ഇവരൊക്കെ എന്നേ മാനസികമായിട്ട് മെൻ്റലി ഡൗൺ ആയി പോയനെ. അത് നൂറ തന്നെ ഇപ്പം സമ്മതിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്യാനൊക്കെ അതിൻ്റെ അകത്ത് പറ്റുമല്ലോ. പുറത്തുനിന്ന് ഉള്ള പോലെ തന്നെ ഇവർക്ക് അകത്തും നിൽക്കാം. അപ്പം ഇവർക്ക് വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നി കാണത്തില്ല. ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നി കാണത്തില്ല. പക്ഷേ അപ്പോൾ ഈ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുവിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ നൂറ ഇപ്പം 2 ദിവസം ബാക്കി നിൽക്കേ ഇറങ്ങിപ്പോയപ്പം നൂറാക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട്. നൂറ പറയുന്നുണ്ട് 2 ദിവസം ഞാനിനി എങ്ങനെ നിൽക്കുമെന്ന്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളും ബുള്ളിങ്ങും അനുഭവിച്ച് ഇവരെ കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ച് അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ അനുവിനെ സമ്മതിച്ചില്ലേ പറ്റൂ, അല്ലേ? ഈ ശൈത്യയും അനുവും തമ്മിലുള്ളൊരു പ്രശ്നം നിങ്ങൾ നോക്കിക്കോ, ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഏറ്റവും വലിയൊരു ഉദാഹരണവും തെളിവുമാണ് ഇപ്പോൾ ലൈവിനകത്ത് ഞാൻ കണ്ടത്. കാരണം ഇവർ കുറേ മണിക്കൂറായിട്ട് ഈ ശൈത്യയും അനുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കുറേ മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശൈത്യ ലൈവിനകത്ത് പൊട്ടിക്കരയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ PR പറ്റിയിട്ടും അതുപോലെ ഈ ശൈത്യക്ക് കിട്ടിയിട്ടുള്ള കട്ടപ്പ എന്നുള്ള പേരിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വിഷയം ബിഗ് ബോസ് മുമ്പ് ഇവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചതൊക്കെ അവസാനിച്ചെന്ന് വിചാരിച്ചാണ്. വീണ്ടും ഇത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഇവർ അതൊക്കെ കണ്ടതിന് ശേഷം കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, കരയുന്നു, പൊഴിയുന്നു, എന്നിട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവർ തമ്മിൽ
അനുവിന് പ്രശ്നമില്ല, ശൈത്യക്കാണ് ഇവിടെ പ്രശ്നം. ശൈത്യ അനുവിനെയും പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങളെന്ന് വെച്ചാൽ പി ആറിനെ പറ്റിയിട്ട് ഈ പറയുന്നുള്ള കട്ടപ്പ എന്നുള്ളൊരു പേര് നീ എന്തുകൊണ്ട് എനിക്ക് ഇട്ട് തന്നു, നീ എന്തിനെ അങ്ങനെ വിളിക്കുന്നു എന്നൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഒട്ടരാക്കുന്നുള്ള രീതിയിലാണ് ഈ ശൈത്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ലൈവ് കണ്ട ആൾക്കാർ ജനങ്ങൾക്കറിയാം ഈ ശൈത്യക്ക് ഈ പേരിട്ട് കൊടുത്തത് ആരാണെന്ന്. അനുവാണോ അതോ ഇത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളാണോ എന്ന് ഇത് ജനങ്ങൾക്കറിയാം. അത് ഈ ശൈത്യക്ക് വരെ ഇതറിയാം. പിന്നെ എന്തിനാണ് ശൈത്യ അവിടെ ചെന്നിട്ട് ഇത് വെളുപ്പിക്കാനെ കൊണ്ട് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തി വീണ്ടും ചീഞ്ഞളിയുന്നത്? ഈ ശൈത്യ അനുവിനടുത്ത് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് എന്നെ കട്ടപ്പാന്ന് വിളിക്കുന്നു, അതെനിക്കറിയണം. അപ്പോൾ അനു പറയുന്നുണ്ട്, കട്ടപ്പാന്ന് ഞാനല്ല വിളിച്ചത്, പുറത്തുനിന്ന് കയറി വന്ന ആൾക്കാർ, മറ്റേ വൈൽഡ് കാർഡിനകത്ത് കയറി വന്ന ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ശൈത്യ അവിടെ കാണിച്ചു കൂട്ടിയതല്ല അല്ലേ. അപ്പോൾ ഇത്രയും പേടിയുള്ള ശൈത്യ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ശരിയായിരിക്കാം, വിഷമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു ഇടവരുത്തിയതാരാണ്? ശൈത്യ തന്നെയാണ്. ശൈത്യ തന്നെയല്ലേ അവിടെ പോയി ഈ നാറിയ കളി കളിച്ചത്, ചീപ്പ് കളി കളിച്ചത്. നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ ശൈത്യക്ക് അവിടെ നല്ല രീതിയിൽ ഈ പുറത്താവുന്ന സമയത്ത് നല്ലൊരു പേരോടുകൂടി പുറത്തോട്ട് വരാറുണ്ടല്ലോ. അവിടെ എവിടെയും ചെന്നിരുന്ന് കുത്തിത്തിരിപ്പും ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ അടുത്ത് നിന്ന് പറയുന്ന കാര്യങ്ങൾ, അനു പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ വരെ ഈ പറഞ്ഞിട്ടുള്ള അവിടെ എവിടെയും ചെന്നിരുന്ന് പാട്ടാക്കിയതാണ് ശൈത്യ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെളിയിറങ്ങുമ്പോഴത്തേക്ക് ജനങ്ങൾ എടുത്തിട്ട് അലക്കുമെന്നും കൂടെ വിചാരിക്കണമായിരുന്നു. ഇത് ബിഗ് ബോസ് ഷോ ആണ്, അല്ലാതെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് നന്മമരത്തിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന ഷോ അല്ല. ബിഗ് ബോസ് ഷോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടും കൂടി ഇരുന്നിട്ട് കുറേ മണിക്കൂറുകളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശൈത്യയുടെ കൺട്രോൾ വിട്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്, നീ കാരണമാണ് ഇതെല്ലാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യയെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് എന്തിനാണെന്നുണ്ട് ഈ സ്വയം ഈ വെള്ള പൂശുന്ന ശൈത്യക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വയമേ വെള്ള പൂശാനായിട്ട് അവിടോട്ട് കയറിപ്പോണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ലെ തന്നെ അവിടെ പോയി മാന്യമായിട്ട് നിന്നായിരുന്നെങ്കിൽ ഇതൊന്നും ജനങ്ങളെടുത്ത് വീണ്ടും എടുത്തിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കത്തില്ല. ശൈത്യ തന്നെയാണ് ഈ ഒരു വിഷയം സംസാരിക്കാനെ കൊണ്ട് വീണ്ടും ഇടവരുത്തിയത് അല്ലേ. ഇത് സത്യം പറഞ്ഞാൽ ഈ കട്ടപ്പ എന്നുള്ള പേരൊക്കെ സത്യം പറഞ്ഞാൽ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ഇത് വീണ്ടും അകത്തോട്ട് കയറി ചെന്നിട്ട് വീണ്ടും ഈ ഒരു സ്വഭാവം തന്നെയാണ് ശൈത്യ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ശൈത്യ ഇവിടെ സംസാരിക്കുന്നത്. ഇത് ജനങ്ങൾ ശൈത്യക്ക് ഇട്ട് തന്ന പേരാണ് കട്ടപ്പ. അത് അനുവിൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങനെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവിന് എങ്ങനെ പറയാൻ പറ്റും? കാരണം പുള്ളിക്കാരി ഇതൊന്നും കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഇറങ്ങിയതിന് ശേഷമേ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെ പറ്റിയിട്ട് വിലയിരുത്താൻ പറ്റൂ. പക്ഷെ ഇറങ്ങിയതിന് ശേഷം ഉറപ്പായിട്ട് നോക്കിയോ, ഇപ്പം കട്ടപ്പയെന്ന് പറയുന്നില്ലെങ്കിലും ഇറങ്ങിയ എപ്പിസോഡും ലൈവെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അനു മനസ്സിൽ പറയും, കാണുമ്പം തന്നെ പറയും, ഇത്രയും വലിയ കട്ടപ്പയായിരുന്നു നീ എന്ന്, ഈ ശൈത്യ എന്ന് അനു പറയും. കാരണം ഇപ്പം പുള്ളിക്കാരിക്ക് എപ്പിസോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓടുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ എവിടെയും പോയിരുന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അറിയത്തില്ല. ശൈത്യയൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ കയറി വന്നിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അനുവിന് അറിയാവൂ. അപ്പോൾ ഇവിടെ അഭിലാഷ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ സംസാരിക്കുന്ന എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം ഇത് കയ്യിൽ നിന്ന് പോകുന്ന കേസാണെന്ന്, ശൈത്യയുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അഭിലാഷ് ഇന്ന് രണ്ടുപേരെയും എണ്ണിച്ചു പോകാൻ പറയുന്നുണ്ട്. നിങ്ങളിത് ഓൾറെഡി സോൾവ് ചെയ്ത പ്രശ്നമല്ലേ, ബിഗ് ബോസ് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ച് നിങ്ങൾ കെട്ടിപ്പിടിച്ചു, വീണ്ടും ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് തുടങ്ങുകയെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെയാണ് അഭിലാഷ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് വീണ്ടും ഈ ശൈത്യ പൊട്ടിത്തെറിച്ച് ആകെ ബഹളം ഉണ്ടാക്കി, അങ്ങനെ എല്ലാവരും കൂടെ ഓടി വരുന്നു, രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു, സമാധാനിപ്പിക്കുന്നു, ശൈത്യ സമാധാനിപ്പിക്കുന്നു. സത്യം പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ശൈത്യ തന്നെ ഈ ഒരു പ്രശ്നം വീണ്ടും ജനങ്ങളിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ലൈവിനകത്ത് ഇങ്ങനെ കടന്ന് ഡ്രാമ കാണിച്ചിട്ടൊക്കെ എന്ത് കാര്യം? ശൈത്യം ഈ പൊട്ടിക്കരഞ്ഞിട്ടോ പൊട്ടിത്തെറിച്ചിട്ടോ ഒരു കാര്യവുമില്ല. കാരണം ഈ ഒരു വിഷയം വീണ്ടും അവിടെ ചെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് ശൈത്യ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് മാഞ്ഞു പോകാനിടയിൽ അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ജനങ്ങൾ അത് കളഞ്ഞേനെ, ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കളഞ്ഞേനെ. പക്ഷെ ഇനി കളയും തോന്നില്ല, ഇനി ജനങ്ങൾ കളയും തോന്നില്ല. കാരണം ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോയതുപോലെയാണ് നമുക്കിപ്പം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഇനി ഒരു കാരണവശാലും ജനങ്ങൾ ഇതൊന്നും
വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശൈത്യ ഇനി ഇറങ്ങുമ്പോഴാണ് ഇതിലും വലിയ സംഭവങ്ങൾ. ശൈത്യ എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതുപോലുള്ള ഓവറായിട്ടുള്ള ഡ്രാമ കാണിച്ചാണ് ഈ പുറത്തെ പി ആർ വരെ ശൈത്യ കൊടുത്തിട്ടുള്ള പി ആറിൻ്റെ കേസ് വരെ ഇപ്പം വെളിയിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പം ശൈത്യ കുറേ 2-3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് അനുവിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം പൊട്ടിത്തെറിച്ച് കരഞ്ഞ് മെഴുകുന്ന ഒരു ശൈത്യമാണ് ലൈവിനകത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.